ഹായ് സുഹൃത്തുക്കളെ, ഇന്നിവിടെ പ്രേംനസീർ കലാ സാംസ്കാരിക സമിതിയുടെ തൃശ്ശൂരിന്റെ ഓണാഘോഷം നടക്കും. ഈ ഒരു സംഘടനയില് ഒരുപാട് വ്യത്യസ്തരായ കലാകാരന്മാരടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. നന്നായി പാടുന്ന ആളുകളുണ്ട്, ഡാൻസ് കളിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ ഒരുപാട് കലാകാരന്മാരുണ്ട് നമ്മുടെ സംഘടന. അപ്പൊ അവരുടെ ഓണാഘോഷം എന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ഒരുപാട് കാഴ്ചകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. പുതിയതായി കാണുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമസ്കാരം. നമസ്കാരം. നമ്മുടെ പ്രജകളെ കാണാൻ വന്നിരിക്കണം. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരണേ. ആ ഉരുൾപൊട്ടലൊക്കെ കണ്ടിട്ട് വളരെ വിഷമത്തിലാണ് ഞാൻ വരണേ. വളരെ ബുദ്ധിമുട്ടിട്ടൊന്നും വരണേ. എന്നാലും അവിടെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അവർക്കൊക്കെ എന്റെ വിഷമതകളൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് സഹായവുമാണ് പാതാളത്തിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവരും. മന്ത്രിസഭയിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും പാതാളത്തിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവരും. പ്രേംനസീറിനെ നമ്മൾ എപ്പോഴും സ്മരിക്കുന്ന ആളാണ്. അതാണല്ലോ പ്രേംനസീർ കലാസമിതിയുടെ പരിപാടി ഇവിടെ ഭംഗിയായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. ഹരിദാസ് ഉണ്ട്, പിന്നെ മുരളീന്റെ, പിന്നെ കുറെ ആൾക്കാരുണ്ട്. നമ്മുടെ ഇതൊക്കെ നമ്മുടെ ആൾക്കാർ തന്നെയാ. എല്ലാവരും സ്വന്തം നമ്മുടെ ആൾക്കാർ തന്നെയാ. അവര് പാട്ട് പാടി സന്തോഷിച്ച് ദുഃഖമുണ്ട്, എന്നാലും ഇന്ന് സന്തോഷമായിട്ടിരിക്കണം. ജീവിച്ചവർക്ക് സന്തോഷം വേണ്ട. മരിച്ചവരും പോയി, എന്താ ചെയ്യാ, അതൊരു വിഷമം. അപ്പൊ നമുക്ക് മാവേലിക്കും പ്രജകൾക്കും എല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കാം. ശരി, എന്റെ പേര് ചേട്ടൻ ഇന്ന് പാട്ട് പാടുന്നുണ്ടോ? ശരി, ചേട്ടന്റെ പേരെന്താ? ശരി, അപ്പൊ ഇന്ന് നമുക്ക് പൊരിക്കണം. ശരി ശരി. പ്രേംനസീർ കലാ സാംസ്കാരിക സമിതിയുടെ തൃശ്ശൂരിന്റെ സെക്രട്ടറിയും ട്രഷററുമാണ് നിൽക്കുന്നത്. ഇന്നത്തെ പരിപാടികളെ കുറിച്ച് ഇവരോട് നമുക്ക് ചോദിച്ചറിയാം. പ്രേംനസീർ കലാ സാംസ്കാരിക സമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രേംനസീർ എന്ന വലിയ കലാകാരനെ നമ്മൾ ഓർക്കുക. അദ്ദേഹത്തിന്റെ ആരാധകരാണ് ഞങ്ങൾ. അപ്പോ ആ പേര് നിലനിർത്തിക്കൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. പിന്നെ മാത്രമല്ല, ഈ പാടാൻ കഴിവുള്ള കലാകാരന്മാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, ഒരു വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പറയുന്നത്? എനിക്ക് പറയാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രേംനസീർ സാംസ്കാരിക വലിയൊരു മനുഷ്യൻ, ഇന്ത്യ മുഴുവൻ തന്നെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ഈ പ്രേംനസീർ സാംസ്കാരിക കലാവേദിയുടെ പരിപാടി നടത്തുന്നത് നമുക്ക് വലിയൊരു ആഗ്രഹമാണ്. ആദ്യം മുതലുള്ള ആഗ്രഹമാണ്. അപ്പൊ ആ ആഗ്രഹം നമുക്ക് നിറവേറ്റി ആ പരിപാടി ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് വേണ്ടുള്ള ഉത്തേജനം നമ്മളെ ഭാഗത്തുനിന്ന് ഫുൾ സപ്പോർട്ടാണ്. നമ്മളിപ്പോ ഈ പാടാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ വെക്കുന്നുണ്ടെങ്കിലും, എല്ലാവരും കഴിവ് കുറവുള്ള ആൾക്കാർ പൈസ അടയ്ക്കാൻ പറ്റില്ല എന്ന കുറവുണ്ടെങ്കിലും ആ പൈസ നമ്മളെ ഈ കമ്മിറ്റിക്കാര് അഡ്ജസ്റ്റ് ചെയ്ത് അവരെയോട് നമ്മൾ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന്റെ പിന്നിലുള്ള പ്രധാനം അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. പാടാൻ കഴിവുള്ളവരുണ്ടാവും, കഴിവില്ലാത്തവരുണ്ടാവും. അപ്പൊ കഴിവില്ലാത്തവരെ ഉയർത്തി കൊണ്ടുവരാണ് നമ്മുടെ ഈ സംഘടനയുടെ പാടാൻ വലിയ ആൾക്കാർ. അതിപ്പോ ഞാൻ പാടുകയാണെങ്കിലും അവര് പാടുകയാണെങ്കിലും വലിയ ഗായകന്മാര് പാടുകയാണെങ്കിലും അവരൊപ്പം യോജിച്ച് ചേർന്ന് പാടാൻ കഴിയാത്തത് അവർക്ക് തരം കൊടുക്കുക. ഇതിന് വലിയ ചെറുതൊന്നും വലിയ. തിരുവാതിരക്കളിയിലെ ലീഡറാണെന്ന് കേട്ടു. അപ്പൊ എന്താണ് പേര്? എന്റെ പേര് സരോജ. എന്റെ പേര് വി നിർമ്മല. ഞാൻ കോളേജിലാണ് താമസിക്കുന്നത്. പിന്നെ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് ഇപ്പൊ 3 മാസത്തോളമായി. അപ്പൊ എല്ലാ മാസവും ഞാൻ പാടാൻ വരുന്നുണ്ട്. പിന്നെ വേറെ 2-3 ഗ്രൂപ്പിലും പാടുന്നുണ്ട്. ഗ്രൂപ്പിൽ പാടാൻ നല്ല ട്രെയിനിങ് ഒക്കെ തരുന്നുണ്ടോ? ട്രെയിനൊക്കെ തരുന്നുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 9 വയസ്സ് തൊട്ടേ പാട്ടിനോട് താല്പര്യമുള്ള ആളാണ്. പാട്ടെന്ന് വെച്ചാൽ എന്റെ ജീവനാടിയാണ്. എന്റെ പേര് രാജു വിക്ക്. മറ്റേ ട്രഷറ് മുരളിയുടെ ചേട്ടനാണ്. ഞാൻ തൃശ്ശൂർ പ്രേംനസീർ കലാ സാംസ്കാരിക സമിതിയില് അംഗമെടുത്തു. ഉദ്ദേശം ഒരു കൊല്ലായിട്ടുണ്ട്. ഇതില് അനവധി പേര് ഇതില് പ്രേംനസീർ കലാ സാംസ്കാരിക വേദിയില് അംഗത്വം എടുത്തിട്ടുണ്ട്. അവര് എല്ലാവരും പാടാൻ കഴിവുള്ളവരാണ്. നമസ്കാരമാണ്. ഞാൻ വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഇഷ്ടമാണ്. കുറെ നേരം ശ്രദ്ധിക്കുന്നു. ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ആണല്ലേ? ആൾക്കൂട്ടത്തിൽ എന്റെ പേരെന്താ? എന്റെ പേര് ശാന്തിനി. എന്റെ പേര് VRC നായർ, തൃശ്ശൂർ എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കുന്ന പേര് രാമചന്ദ്രൻ എന്നാണ്. ഇന്നത്തെ പ്രോഗ്രാമിൽ നമുക്ക് 2 പാട്ട് പ്രതീക്ഷിക്കാൻ. തീർച്ചയായിട്ടും. ശരി. ഇത് ഈ സുകുമാരൻ മൂത്തോൾ ഡിവിഷനിലെ കൗൺസിലറാണ്. എന്റെ ക്ലാസ്മേറ്റ് കൂടിയാണ്. അദ്ദേഹമാണ് ഇന്നത്തെ പ്രേംനസീർ കലാ സാംസ്കാരിക സമിതിയുടെ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്.
പ്രേംസേർ കലാ സാംസ്കാരിക സമിതിയുടെ ഇന്ന് ഓണാഘോഷ പ്രോഗ്രാമാണ്. ഇന്ന് ചടങ്ങിനെ അധ്യക്ഷം വഹിക്കുന്ന പ്രസിഡന്റ് ശ്രീ ബാലസുരനെ ഇവിടെ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ പി സുനാരായണൻ, നമ്മുടെ കോർപ്പറേഷൻ കൗൺസിലറാണ്, അദ്ദേഹത്തെ ഇവിടെ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഇവിടെ ആദരിക്കുന്ന നമ്മുടെ പ്രശസ്ത സാഹിത്യകാരൻ സന്തോഷ് കുമാറിന് ഇവിടെ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന് ആശംസ പറയുന്ന ശ്രീ സോമൻ അദീന, പ്രശസ്ത ചിത്രകാരനാണ്, അദ്ദേഹത്തെ ഇവിടെ സ്വാഗതം ആശംസിക്കുന്നു. ഇതുപോലെ സംഘടനയുടെ ട്രഷറർ ശ്രീ മുരളി വിക്ക്, അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുന്നു. വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ ഗുരുദൂതരെ, നിങ്ങൾക്കേവർക്കും എൻ്റെ നമസ്കാരം. വയസ്സ് കുറഞ്ഞവരും 70, 75 വയസ്സ്, 80 വയസ്സ് വരെയുള്ള ആളുകളെ, അവരുടെ ഗാനങ്ങൾ നമ്മൾ ആസ്വദിക്കുകയാണ്, അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. ശ്രീ ആറ്റൂർ സന്തോഷ് കുമാർ ആദരണം. അദ്ദേഹം ഞങ്ങൾ പ്രസ് ഓണേഴ്സിൽ ഒരു മെമ്പറാണ്. അദ്ദേഹം ലോകത്തിലാദ്യമായി കണ്ണാടി ഉപയോഗിച്ച് മാത്രം വായിക്കാവുന്ന അക്ഷരമുഖി അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ ബാലശാസ്ത്ര സാഹിത്യ നോവൽ എഴുതിയ പ്രശസ്ത സാഹിത്യകാരനാണ് അദ്ദേഹം. പ്രേംസേർ കലാ സാംസ്കാരിക വേദി അദ്ദേഹത്തെ ആദരിക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ പരിപാടിയിൽ. പിന്നെ ഇന്ന് നമ്മുടെ സെക്രട്ടറി ഹരിദാസ്, മുരളി, ഞങ്ങൾക്ക് തന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ കലാകാരന്മാർക്കും എൻ്റെ പേരിൽ പ്രത്യേകം നന്ദി തീർത്തുകൊണ്ട് എൻ്റെ അധ്യക്ഷപ്രദം ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ പരിപാടി നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയ ഇതിൻ്റെ സംഘാടകർക്ക് ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. പ്രേംസേർ കലാ സാംസ്കാരിക സമിതി എന്ന ഈ സംഘടനയുടെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുക ആദ്യമായി ഇതിന് ഭാരവാഹികളോട് എല്ലാവരോടും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. വേദിയിലെ നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ പി സുകുമാരൻ, തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിലർ, ആദരണം ഏറ്റുവാങ്ങിയ ആറ്റൂർ സന്തോഷ് കുമാർ, സ്വാഗതം ഹരിദാസ്, അധ്യക്ഷ പ്രസംഗം ബാലസുബ്രഹ്മണ്യൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. നന്ദി പറയുന്നതിന് ട്രഷറർ മുരളി വിക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. നമ്മുടെ ഈ കൊല്ലത്തെ പ്രേംസേർ സാംസ്കാരിക കലാസമിതിയുടെ ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത് നമ്മുടെ പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യം, തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിലർ മുഖ്യാതിഥികളുടെ സുകുമാരേട്ടൻ, പിന്നെ ആറ്റൂർ സന്തോഷ് കുമാർ, സെക്രട്ടറി ഹരിദാസ്, സോമൻ അധികാരം. അധികം ഞാൻ സംസാരിച്ചിട്ട് എനിക്ക് നന്ദി പറയാൻ മാത്രമേ ഉള്ളൂ. ടൈം സമയങ്ങളായിട്ട് കാര്യമില്ല. പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും പ്രേംസേർ സാംസ്കാരിക കലാ സമിതിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. Oh,
വലിയ കലാകാരനെ നമ്മൾ ഓർക്കുക. അദ്ദേഹത്തിൻ്റെ ആരാധകരാണ് ഞങ്ങൾ. അപ്പോൾ ആ പേര് നിലനിർത്തിക്കൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. പിന്നെ മാത്രമല്ല, ഈ പാടാൻ കഴിവുള്ള കലാകാരന്മാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, ഇത് വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടന മുന്നോട്ട് പോയിരിക്കുന്നത്.
പരിപാടിയൊക്കെ നന്നാവട്ടെ. വീഡിയോ പിടിക്കലൊക്കെ ഉഷാറായിക്കോട്ടെ.
പ്രേമനസീറിനെ നമ്മളെപ്പോഴും സ്മരിക്കുന്ന ആളാണ്. അതാണല്ലോ പ്രേമനസീർ കലാസമിതിയുടെ പരിപാടി ഇവിടെ ഭംഗിയായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അത് ഹരിദാസുണ്ട്, പിന്നെ മുരളീൻ്റെ, പിന്നെ കുറേ ആൾക്കാരുണ്ട്. ഇതൊക്കെ നമ്മുടെ ആൾക്കാർ തന്നെ എല്ലാവരും